കണ്ട പൊക്കും. പക്ഷെ വഴിയുണ്ട്. എന്താണ്? ചായ മാറ്റാം. എങ്ങനെ? കാണിച്ചു തരാം. ഞാനെണ്ണില്ല. ഇത്ര അടിപൊളിയായിട്ട് ചായ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ കഷ്ടപ്പെട്ട് 1 by 1 ആയിട്ട് നമ്മൾ ഈ പുട്ടുണ്ടാക്കണേ? ഇങ്ങനെ ഉണ്ടാക്കിയാൽ പോരെ. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ബാച്ചിലേഴ്സിനായാലും അതുപോലെ വീട്ടമ്മമാർക്കായാലും ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കായാലും നമുക്ക് എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ പണി കഴിയുന്നതാണ്. പെട്ടെന്ന് നമ്മുടെ അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആവണമെന്നാണ് എല്ലാ അമ്മമാരായാലും എല്ലാവരായാലും വിചാരിക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പുട്ട് വേണമെങ്കിൽ എന്നൊന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കാം കേട്ടോ. അടിപൊളിയായിട്ട് നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. നമുക്കതൊരു കുക്കറിൽ തന്നെ വെച്ച് ഉണ്ടാക്കാം. ഇതുപോലൊരു ആവി കടക്കാൻ പറ്റുന്ന ഒരു സ്റ്റെയിനർ ഉണ്ടായിരിക്കുക. അതിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ പുട്ടുണ്ടാക്കണ പോലെ തന്നെ നാളികേരം താഴെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നാളികേരം ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ പൊടി അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ചില ആൾക്കാർ പറയും എനിക്ക് അതേ ഷേപ്പിലുള്ള പുട്ട് വേണം എന്നാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അതുപോലെ അങ്ങനെ ഉണ്ടാക്കിയായാലും ഇങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് പണി എളുപ്പമുള്ളതല്ലേ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ വീട്ടമ്മമാർ ഇനി എല്ലാവരും ഇതുപോലെ മാത്രം ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ഇതെൻ്റെ വാക്കാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ട്രൈ ചെയ്യാം. പക്ഷേ എന്താ പറയുക, ഒരു ടൈം സേവിങ് ഒരു ഹാക്കാണിത്. അപ്പോൾ എന്തിനാണ് നമ്മൾ 1 by 1 നമ്മുടെ ഗ്യാസും കളയണേ, നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യണേ, നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യണേ. ഇങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു പുട്ടുണ്ടാക്കണ സമയത്തിൽ നമുക്ക് വീട്ടിലെല്ലാവർക്കും ഉള്ള പുട്ടുണ്ടാക്കാം. നമുക്ക് ഇത്തിരി നേരം വൈകി നീക്കാം. അങ്ങനെ പല നമുക്ക് ഉപകാരങ്ങളുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ നമുക്ക് പൊടി ഇതിൽ എന്താ പറയുക, വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പൊടി ഇതിലൊരു ട്രിപ്പിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ മേടിച്ചിട്ടുള്ള പൊടിയാണ്. കടയിൽ നിന്ന് പാക്കറ്റായിട്ടുള്ള മേടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പൊടി യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ നാട്ടിൽ ഒക്കെ വേവിച്ചിട്ട് അരി പൊടിപ്പിച്ച് ഉള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. അപ്പോൾ അവരവരുടെ ഇതിനനുസരിച്ച് നല്ല പാകത്തിന് നനച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് അതിന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കെല്ലാം ഇതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു പിടിക്കണ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള ഇത് ഈവണായിട്ട് നമ്മൾ ജസ്റ്റ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ല സിമ്പിളായിട്ട് ഇതെടുത്ത് കുക്കറിലേക്ക് വയ്ക്കാം. കുക്കറിൽ നമ്മളൊരു 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് റെഡി ആവും കേട്ടോ. അപ്പോൾ എന്താ പറയുക, കെട്ടിയന്മാർക്കായിരിക്കും കൂടുതൽ നിർബന്ധം. എന്താ പറയുക, എനിക്ക് ആ ഒരു പുട്ടിൻ്റെ ഷേപ്പിൽ തന്നെ വേണം, ചിരട്ട പുട്ടിൻ്റെ ഷേപ്പിൽ വേണം. അതുപോലെ കുറേ പേർക്കും പുട്ടും പഴമൊക്കെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഒരുവിധ ആൾക്കാർക്ക് പുട്ടും കടലും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രിയപ്പെട്ട ഒന്നല്ലേ. അപ്പോൾ എന്താ പറയുക, വീട്ടിലെ അമ്മമാർക്ക് ഇത് ഉണ്ടാക്കാൻ എളുപ്പം, അതായത് പൊടിയൊക്കെ നനയ്ക്കാൻ ഭയങ്കര എളുപ്പമുള്ള കാര്യം. പക്ഷേ കുറച്ച് ടൈം പോകുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ അടപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കണ ഒരു പരിപാടിക്കാണ് നമ്മുടെ ടൈം പോലെ. ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് 10 മിനിറ്റിൻ്റെ കാര്യം നമുക്ക് പിന്നെ ഓണാക്കി വെച്ച് ആ 10 മിനിറ്റ് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യുന്നിട്ട് വന്ന് ജസ്റ്റ് ഓഫാക്കിയാൽ മതി. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് എന്നിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും ഇതുപോലെ പരീക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കണം. അതുപോലെ എന്താ പറയുക, പെട്ടെന്ന് പണി കഴിയാൻ ആഗ്രഹമുള്ള, അതായത് പണി കഴിയാൻ അങ്ങനെയുള്ള ആഗ്രഹമല്ല, അതായത് നമുക്ക് അടുക്കളയിൽ നിന്ന് അധികം നിന്ന് കഷ്ടപ്പെടാൻ ഇഷ്ടമില്ലാത്ത ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ട്രിക്സ് ആൻഡ് ടിപ്സായിട്ട് ഞാൻ എന്തായാലും വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതുപോലെ ഈ ഹാക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഉണ്ടാക്കാം. ഞാനിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കണേ. അതുപോലെ നമുക്ക് ഗ്ലാസിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കാം. നമുക്ക് എന്ത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതുപോലെ മോൾഡ് ചെയ്തെടുക്കാം. ഈ ഒരു സാധനം ഇതാക്കി പിന്നെ കുറച്ച് നാളികേരം വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണവർക്ക് വെച്ച് കൊടുക്കാം. എനിക്കിവിടെ അധികം നാളികേരം അത്ര ഇഷ്ടമില്ല. ഇപ്പോൾ നമ്മൾ പഴത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യണ കാരണം അധികം എനിക്ക് താല്പര്യമില്ലാത്ത കാരണം ഞാൻ ഇത് ചേർക്കണില്ല കേട്ടോ. അപ്പോൾ കണ്ട ഷേപ്പ് വന്നേ. അതുപോലെ ഞാൻ ഇതുപോലെ ഒരു കറിക്ക് എടുക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്കതുപോലെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ഷേപ്പിന് കിട്ടി. അപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ ഷേപ്പാണ് ഇഷ്ടമുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും പരാതിയും തീർന്നു, അവരവർക്ക് അവരവരുടെ ഇഷ്ടമുള്ള ഷേപ്പിനും കിട്ടി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീട്ടുകാർക്ക് വേണ്ടി നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐഡിയ ആണ്. നമ്മുടെ ടൈം
ലാഭിക്കാം, ഗ്യാസും ലാഭിക്കാം, എനർജി ലാഭിക്കാം. അപ്പോൾ എന്തായാലും വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായെങ്കിൽ എന്തായാലും നിങ്ങൾ ചാനലിൽ വന്നിട്ട് എന്തായാലും മെസ്സേജ് അയച്ചോളൂ, ഫീഡ്ബാക്ക് എന്തായാലും അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.